വണ്ടി അറിവില്ലാത്ത പ്രായത്തിലൊക്കെ ഞാനിങ്ങനെ ഒന്നും നോക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് പിക്കപ്പിനൊക്കെ എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് വണ്ടി. ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയത്. നിങ്ങളിൽ പലരും റൈഡ് എന്ന് വെച്ചാൽ റൈഡ്, എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയിട്ട് വരാമെന്നുള്ള ഒരു ഇതിൽ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വണ്ടി അടിച്ച് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റും, എന്നിട്ട് തിരിച്ചു വരും. എന്നിട്ടെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമ്മൾ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ വണ്ടിയൊക്കെ മര്യാദയ്ക്ക് ചെക്ക് ചെയ്ത് കൊണ്ടു നടക്കായിരുന്നെങ്കിൽ നമുക്കിങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പൊട്ടത്തില്ലായിരുന്നല്ലോ, വണ്ടി ഇങ്ങനെ ആക്സിഡൻ്റ് ആവത്തില്ലായിരുന്നല്ലോ, അപകടമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വിഷമിക്കാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു ലോങ് റൈഡ്, ഒരു 200+ കിലോമീറ്ററൊക്കെ പോകുമ്പം ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടിയും കൊണ്ട് ഇറങ്ങാവുള്ളൂ. ലോങ് പോയാലും ഷോർട്ട് പോയാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷനാണ്. ടയർ കുറവാണെങ്കിൽ ആ വണ്ടിയും കൊണ്ട് ഇറങ്ങരുത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്കിംഗ് ചെയിനും. നമ്മുടെ വണ്ടിക്ക് ടയറില്ലെങ്കിൽ അത്യാവശ്യം റെയിനി ആയിട്ടുള്ള ഒരു റോഡിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി പാളും, വണ്ടി സ്കിഡ് ചെയ്യും, വീഴും. ഇനി അഥവാ ബ്രേക്കാണ് കുറവെങ്കിൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, ചവിട്ടിയാൽ കിട്ടത്തില്ല, തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടിയെ പോയി